Hello, how are you? Are you doing well? Or are you even doing very well? ഇന്നുണ്ടല്ലോ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചില ഇംഗ്ലീഷ് വാക്കുകളോട് കൂടെ നമ്മൾ വേറെ ഒന്നോ രണ്ടോ വാക്കുകൾ ചേർത്ത് കഴിയുമ്പോൾ ചില അർത്ഥങ്ങളായി മാറും, ചില യൂസേജസ് ആയി മാറും. അപ്പോൾ ടേക്ക് എന്ന വാക്ക് നമുക്കറിയാമല്ലോ. ടേക്ക്, TAKE. ടേക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻ യു ടേക്ക് മീ സംവെയർ, വിൽ യു ടേക്ക് ദാറ്റ് ഫോർ മീ, എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോവുക എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന വാക്കാണ് ടേക്ക്. ഇനി ടേക്കിൻ്റെ കൂടെ നമ്മൾ ഒരു വാക്ക് ചേർത്താൽ അതിൻ്റെ കോണ്ടെക്ച്വലി അതിൻ്റെ അർത്ഥം മാറും. ഉദാഹരണമാണ്, കുട്ടികൾ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ എന്തു പറയും? യൂണിഫോമൊക്കെ അഴുക്കായിട്ടായിരിക്കുമല്ലോ വരിക. ക്യാൻ യു ടേക്ക് ഓഫ് യുവർ യൂണിഫോം, ഐ പുട്ട് ഇറ്റ് ഫോർ വാഷ്. എന്താണ്, യൂണിഫോം ഊരുകയാണെങ്കിൽ നമുക്ക് വാഷിലിടാം. ക്യാൻ യു പ്ലീസ് ടേക്ക് ഓഫ് യുവർ ഷർട്ട്, ഇറ്റ്സ് ഡേർട്ടി. സോ ടേക്ക് ഓഫ് ഇതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. വേറെയും ഒരു അർത്ഥമുണ്ട്, അത് പക്ഷെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറയും കൂടുതലും. ഹി ടുക്ക് ഓഫ് ഓൾറെഡി. നമ്മൾ വന്നിട്ട് ചോദിക്കും, അയ്യോ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ അങ്കിൾ വന്നിരുന്നു, എവിടെ? ഓ ഹി ടുക്ക് ഓഫ്, അയാൾ പോയി, അങ്ങ് പുറപ്പെട്ടു പോയി എന്ന അർത്ഥവും അവിടെയുണ്ട്. വലിയ ഓർഗനൈസേഷൻസ് ആണെന്ന് വെക്കുക. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ ശരിക്കും മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ടേക്ക് ഓവർ എന്ന വാക്ക് തന്നെ മലയാളത്തിൽ സംസാരിക്കാറുണ്ട്. അപ്പം എന്തിനെങ്കിലും നമ്മൾ എടുക്കുക, അപ്പം നമ്മളൊരു ഐ ടേക്ക് ഓവർ, അതിപ്പോൾ കമ്പനി എന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി, ഐ ടേക്ക് ഓവർ യുവർ ജോബ്, അല്ലെങ്കിൽ ഐ ടേക്ക് ഓവർ യുവർ ടാസ്ക്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രവൃത്തിയാണെങ്കിൽ ഐ ടേക്ക് ഇറ്റ് ഓവർ, ഐ ടേക്ക് ഇറ്റ് ഓവർ, ഐ ടേക്ക് ഓവർ, പാസ് ഇറ്റ് ഓൺ എന്ന അർത്ഥം വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാനായിട്ട്, ഇപ്പം നമ്മൾ ഒരു ഫ്രണ്ടിനോട് നമ്മൾ പറയാണ്, വിൽ യു ടേക്ക് മീ ഔട്ട്, എന്നെ പുറത്ത് കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടെങ്കിൽ എന്ന് പറയാം, ക്യാൻ ഐ ടേക്ക് യു ഔട്ട്, ക്യാൻ ഐ ടേക്ക് യു ഔട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പുറത്ത് വരാൻ ഇഷ്ടമുണ്ടോ, വിൽ യു കം ഔട്ട് വിത്ത് മീ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ ടേക്ക് ഔട്ട് ബിറ്റ്. ഓക്കെ. പിന്നെ ഒരു പ്രയോഗം എന്താണെന്നറിയാമോ? നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു കുട്ടി പൊതുവെ അവരുടെ വീട്ടുകാരിലെ ആരെങ്കിലും പോലെ നല്ലതായിട്ടൊരു കാര്യം ചെയ്യുമെങ്കിൽ, നന്നായിട്ട് കുക്ക് ചെയ്യുമെങ്കിൽ, ഡ്രൈവ് ചെയ്യുമെങ്കിൽ, പാട്ട് പാടുമെങ്കിൽ, അല്ലെങ്കിൽ വീട് ഓർഗനൈസ് ചെയ്യുമെങ്കിൽ, പഠിക്കുമെങ്കിൽ എങ്കിൽ നമ്മൾ ചോദിക്കും, ഹും ഡു യു ടേക്ക് ആഫ്റ്റർ? ആരെപ്പോലെയാണ് എന്ന് ചോദിക്കത്തില്ലേ? അതാണ്. Do you take after your mother? Do you take after your sister? Do you take after your grandparents? അങ്ങനെ. അപ്പോൾ ടേക്ക് ആഫ്റ്ററിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്കിൽ ഉണ്ടെങ്കിൽ, മടി ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ഓ ഹും ഡു യു ടേക്ക് ആഫ്റ്റർ? ആർ യു ലേസി ലൈക്ക് യുവർ അങ്കിൾ എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഈസ് ടേക്ക് ഇൻ. ആർ യു ഏബിൾ ടു ടേക്ക് ഇൻ ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ഐ എം ഗിവിങ് യു? ഞാൻ ഈ തരുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ടേക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഡു ദിസ്, ആർ യു ഏബിൾ ടു ടേക്ക് ദിസ് ഇൻഫർമേഷൻ ആൻഡ് ആർ യു ഏബിൾ ടു ടേക്ക് ഇറ്റ് ഇൻ? ആ കോണ്ടന്റ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ വെരി പോസിറ്റീവ്ലി. നിങ്ങളതിനെ വളരെ പോസിറ്റീവ്ലി എടുക്കണം കേട്ടോ. അവിടെയും ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ദിസ് വൺ വി നോ, ദി എയർപ്ലെയിൻ ടുക്ക് ഓഫ്. ഇറ്റ് ഹാസ് ടു ടേക്ക് ഓഫ്. ഐ ഹോപ്പ് നമുക്കൊരു നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ് ടേക്സ് ഓഫ് ഓൺ ടൈം. അത് കൃത്യസമയത്ത് പോകുമായിരിക്കും. And you can say, oh, the airplane took off on time. To take off. അല്ലെങ്കിൽ he's going to take off. വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പറയാം, oh, he was in a hurry, he took off. പെട്ടെന്ന് അങ്ങ് പൊക്കളഞ്ഞു എന്നുള്ള അർത്ഥവും ഈ ടേക്ക് ഓഫിന് വരും. ഓക്കെ. ആൻഡ് another thing is to take up. Oh, I'd love to take up dancing. എനിക്ക് പറയാം, oh, I'd love to take up singing. I'd love to ടേക്ക് അപ്പ് കുക്കിംഗ്. എനിക്ക് പുതിയതായിട്ട് അത് ചെയ്യാൻ ഇഷ്ടമുണ്ട്. പിന്നെ നമുക്ക് സ്പെസിഫിക്കലിയും പറയാം, ഓ ഐ എം ടേക്കിംഗ് അപ്പ് ദിസ് ന്യൂ പ്രോജക്റ്റ് ഇൻ മൈ ആർക്കിടെക്ചർ ക്ലാസ്, ഐ ലവ് ഇറ്റ്. ടു ടേക്ക് അപ്പ് സംതിങ്, അത് യൂഷ്വലി ഒരു പ്രോജക്റ്റോ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോ എന്തെങ്കിലും ഒരു ആക്ഷനൊക്കെ ആയിരിക്കും. ഐഡ് ലൈക്ക് ടു ടേക്ക് അപ്പ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. ആ ഉത്തരവാദിത്വം ടേക്കപ്പ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുണ്ടെന്ന്. Another one is take back. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയത്തില്ലേ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം, കാരണം പറയുന്ന വാക്കുകളും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന്. ആ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക് നൗ, അല്ലേ? യു സെഡ് യു വർ സോ റൂഡ്, നൗ യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്. ബട്ട് ടു ടേക്ക് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചെടുക്കുക. സാധനമാണെങ്കിലും ആവാം കേട്ടോ. ഞാനൊരു ബാഗ് മേടിച്ചു തന്നിട്ട് പറയും, ഐ എം ടേക്കിംഗ് ഇറ്റ് ബാക്ക്. അങ്ങനെയല്ലേ നമ്മൾ ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അടി ഉണ്ടാക്കുമ്പോൾ, എസ്പെഷ്യലി സിബ്ലിങ്സ് ആണെങ്കിൽ, സഹോദരങ്ങളാണെങ്കിൽ, ഗിവ് ഇറ്റ് ബാക്ക് ടു മീ, ഐഡ് ലൈക്ക് ടു ടേക്ക് ഇറ്റ് ബാക്ക്, അല്ലെങ്കിൽ ഐ എം ടേക്കിംഗ് ഇറ്റ് ബാക്ക്. പാസ്റ്റ് ടെൻസ് ആണോ, പ്രസന്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ എന്നുള്ളത് ബേസ് ചെയ്ത് അതിലൊരു
അതിൻ്റെ ടേക്ക് ആണോ, ടുക്ക് ആണോ, ടേക്കിംഗ് ആണോ എന്നുള്ള വ്യത്യാസം വരും. ഇതും കാണാപ്പാഠം പഠിച്ച പ്രയാസമാണ് കേട്ടോ. ഇതും ഏറ്റവും നല്ലത് നമ്മൾ സംസാരിച്ച് ശീലിക്കുക. നമ്മൾ പോലും അറിയാണ്ട് സബ് കോൺഷ്യസ്ലി നമുക്കിത് എപ്പോൾ പറയാൻ പറ്റുന്നോ അപ്പോഴാണ് ഭാഷ നമുക്ക് കൈവഴങ്ങി എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതേ കാര്യമാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയാറുള്ളത് അല്ലേ. എല്ലായ്പ്പോഴും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിവേയ്സ്, ടേക്ക് എന്ന് പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കിനോട് 1-2 വാക്കുകൾ കൂട്ടുമ്പോൾ എന്തോരം അതിൻ്റെ ആ ഒരു സ്പെക്ട്രം മാറുന്നത് കണ്ടോ, മൊത്തം അർത്ഥം മാറുകയല്ലേ. എങ്ങനെയാണ് ഭാഷ? ഇതിൽ നമ്മൾ ഇന്ന് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കാൻ ഓർക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് മറന്നു പോകും. ഉപയോഗിച്ച് ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ശീലമാവുകയില്ല. സോ ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഡെഫിനറ്റ്ലി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരമാകുമെന്ന് കരുതുന്നവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യണം കേട്ടോ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ആൻഡ് ഫോളോ മീ ഇൻ ഇൻസ്റ്റാ, സിമ്പിൾ ഇംഗ്ലീഷ് വിത്ത് സൂര്യ. ബൈ. ഐ എം ഗോയിങ് ടു ടേക്ക് ഓഫ് നൗ.